ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ. അവിടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഫുള്ള് മലയും ഫോഗൊക്കെ വന്നിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ്. രണ്ട് സൈഡും മലയാണ് ഫുള്ള്. ഇതൊരു ഹെയർ പിൻ പോലെയാണ്. ഇത് കയറിയിട്ട് വേണം എന്നിട്ട് വരാം. ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. ചെറിയതായിട്ടൊരു നടക്കാനുള്ള വഴിയേ ഉള്ളൂ. ഇത് രണ്ട് സൈഡും നിറയെ ഇങ്ങനത്തെ പുല്ലുകളാണ്. ഇടയിൽ കൂടെ ചെറിയൊരു ഗ്യാപ്പാണുള്ളത് മുകളിലേക്ക് പോകാൻ. ഞങ്ങൾ കുറച്ച് ദൂരം മുകളിലേക്ക് കയറിയിട്ട് പിന്നെ നിർത്തിയിട്ടോ. പറ്റണില്ലായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു വഴിയൊക്കെ. കുറച്ച് ദൂരം പോയി പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ പതുക്കെ താഴേക്ക് ഇറങ്ങി. മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആ റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു മുകളിൽ നിന്ന് നോക്കുമ്പോൾ. ആർക്കെങ്കിലും യൂസ് ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇല്ലിക്കൽ കല്ലൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് വാഗമൺ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്. രണ്ട് സൈഡിലും നിറയെ മലയും ഫോഗൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു സൈഡ് മൊത്തം ഈ ഒരു കാണുന്ന പച്ചപ്പുല്ല് പിടിച്ചിരിക്കുകയാണ്. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്നത് വാഗമണ്ണിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. ഇതും നല്ല രസമാണ്, ചുറ്റും മലകളും ഒക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയും പോണ വഴിയിലൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു പുലിയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ. ആ വ്യൂ പോയിന്റ് എത്തിയപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയായിരുന്നു. ഇവിടെ ഒരു ഫ്രെയിമൊക്കെ പണിതിട്ടിട്ടുണ്ട്, പക്ഷെ അത് ഓപ്പൺ ആയിരുന്നില്ല. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് മൊത്തം മലയൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് റിസോർട്ടിലേക്കാണ് കേട്ടോ. ഉച്ചയായിട്ടുണ്ടായിരുന്നു വാഗമൺ എത്താൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ നേരെ റിസോർട്ടിലേക്ക് പോയി. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റിസോർട്ടായിരുന്നു. ക്ലൗഡ് ഹെവൻ എന്നാണ് ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ പേര്. അവരവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക്.
ഇവിടെ 2 ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 ഫാമിലിക്കൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു റിസോർട്ടാണ് കേട്ടോ അത്. അവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കണുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ആദ്യം തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഈ കാണുന്നതാണ് കേട്ടോ റിസോർട്ടിൻ്റെ പുറത്തേക്കുള്ള വ്യൂ. ഇവിടെ പൂളും ഉണ്ട്. പുറത്തൊക്കെ നല്ല വ്യൂ ആണ്, മലകളൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കറങ്ങാൻ പോയി. മെഡോവിൽക്കാണ് ആദ്യം തന്നെ പോയത്. ഇത് ഈ മൊട്ടക്കുന്നുകളുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 25 രൂപയാണ് ചാർജ് വരുന്നത്. ഞങ്ങൾ പോയ സമയത്ത് സ്കൂൾ പിള്ളേരുടെ തിരക്കായിരുന്നു കേട്ടോ. എല്ലാ സ്കൂളിൽ നിന്നും ട്രിപ്പ് കൊണ്ടുവരുന്ന ഒരു ടൈമായിരുന്നു. അത് കാരണം എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിള്ളേരുടെ. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ മൊട്ടക്കുന്നുകൾ. ഇവിടെ ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നൊക്കെ എഴുതി വെച്ചിട്ട് കണ്ടായിരുന്നു. ഈ മിഡോരുള്ളിൽ ചെറിയ രീതിയിലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സിപ്പ് ലൈനും പിന്നെ സൈക്ലിംഗ് ഒക്കെ ആയിട്ട്. ഇത് രണ്ടും കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 600 ആണ്, അല്ലെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് 400 ആണ് റേറ്റ് വരുന്നത്. ഞങ്ങൾ സിപ്പ് ലൈൻ പോയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് സൈക്ലിങ്ങിൻ്റെ ഏരിയ ആണ് കേട്ടോ. റോപ്പിൽ കൂടിയുള്ള സൈക്ലിംഗ് ആണ്. ഇവിടെ കയാക്കിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെന്ന ടൈമിൽ അത് വർക്കിംഗ് ആയിരുന്നില്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് ക്ലോസ് ആവണ ടൈമായപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരവിടെ. സൺസെറ്റ് സമയമായിരുന്നു ബാക്കിൽ. അത് കാരണം നല്ല രസമുള്ള വ്യൂ ആയിരുന്നു. മീഡോവിൽ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അന്ന് വേറെ കറങ്ങാനൊന്നും പോയില്ല. റൂമിൽ തന്നെയായിരുന്നു. അവിടെ പൂളിലൊക്കെ കളിച്ച് പിന്നെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് അവിടെ തന്നെയായിരുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ ഇവിടെ റിസോർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ ഉണ്ടാക്കി തരും. പൂളുള്ള കാരണം തന്നെ പിള്ളേരൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഈ റിസോർട്ടിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് കാണാനാണ് കേട്ടോ പോയത്. നേരത്തെ പോയ കാരണം തന്നെ അവിടെ ഷോപ്പുകളൊക്കെ ഓപ്പണായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മെയിനായിട്ട് ഷോപ്പിലൊക്കെ ചായപ്പൊടിയും പിന്നെ ചോക്ലേറ്റ്സൊക്കെയാണ് വിൽക്കണത്. പിന്നെ കുറേ ടോയ്സ് ഉണ്ട്. പൈൻ ഫോറസ്റ്റിലേക്ക് നടക്കണ വഴിയിൽ ഫുള്ള് ഷോപ്പുകളാണ്.
കുറേ നല്ല ഭംഗിയുള്ള ബാഗുകളും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള എൻട്രൻസ്. ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം ഉള്ളിലേക്ക് കടക്കാൻ. കടന്ന് വരുമ്പോൾ തന്നെ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് അവിടെ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ലൊരു തണവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ചെറിയ ചൂടൊക്കെ ആയിരുന്നു, പക്ഷെ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് ആയിരുന്നു. പൈൻ ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇവിടെ ഒരു ഫാമായിരുന്നു കേട്ടോ. അവിടുത്തെ പശുക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ് ആ കാണുന്നത്. അത് കാരണം തന്നെ നല്ല പച്ചപ്പായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ. പൈൻ ഫോറസ്റ്റിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ഈ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ വന്നത്. ഇതൊക്കെ അടുത്തടുത്ത് തന്നെയാണ്, പോവാനൊക്കെ സുഖമാണ്. പക്ഷെ ഞങ്ങൾ പോയ ടൈമിൽ നല്ല വെയിലായിരുന്നു. നല്ല വെയിലായ കാരണം തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെയും കുറേ ദൂരമൊക്കെ നടക്കാനുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ വേറെയും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, പാർക്ക് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക്. പക്ഷെ വെയിൽ കാരണം ഞങ്ങൾ അവിടെ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു പോന്നു. ഒരു ഈവനിങ് ടൈമിലൊക്കെ പോവാണ് ഇവിടേക്ക് ഏറ്റവും നല്ലത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു കേട്ടോ. പോണ വഴിയിൽ മൊത്തം തേയിലത്തോട്ടങ്ങളായിരുന്നു. വാഗമണ്ണിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം അങ്ങനെ തേയിലത്തോട്ടങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇത് തിരിച്ചു വരണ വഴിയാണ്. ഇവിടെ നിറയെ തേയിലത്തോട്ടങ്ങളായിരുന്നു. റിസോർട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം പോണ വഴിയിൽ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോയത്. ഈ ട്രിപ്പ് 1 മാസം മുന്നായിട്ടൊക്കെ പോയിട്ടുള്ളതാണ് കേട്ടോ. ആ സമയത്ത് പൈനാപ്പിളിൻ്റെ സീസണായിരുന്നു. ഞങ്ങൾ വാഴക്കുളം ആ റൂട്ടാണ് വരുന്നത്. അവിടെ നിറയെ പൈനാപ്പിൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് പൈനാപ്പിളൊക്കെ മേടിച്ചായിരുന്നു. 5 കിലോ 100 ആയിട്ടാണ് പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.